ആ എന്തൊക്കെയാടാ നിങ്ങൾ ഒത്തിരി കുറച്ച് സമയേ? ഇല്ല, ഇതാ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ. അതെ, കമ്പനിയിലേക്ക് ഒരു മെയിൽ അയക്കാനുണ്ടായിരുന്നു, അതാ ഇത്തിരി വൈകി. പറയാം, എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? എന്ത് പറയണം, ഇങ്ങനെ പോണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രക്കൊന്നും കുഴപ്പമില്ലടാ, പക്ഷേ യാത്ര ചിലവാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാനന്നൊരു കാര്യത്തിന് വിളിച്ചിരുന്നില്ലേ? ഓ, അതുണ്ടാവില്ലടാ, ഞാനിപ്പോൾ നല്ല ടൈറ്റിലാണ്. പിന്നെ നിന്നോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാം. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അവളുടെ പേരിലൊരു വീടും സ്ഥലം കൊണ്ട് വാങ്ങി, അതും അവളുടെ വീടിനടുത്ത്. ഓ, അതൊരു വാശിപ്പുറത്തങ്ങോട്ട് വാങ്ങിയതാണ്. പിന്നെ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ അങ്ങോട്ട് വാങ്ങി. അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. ഉള്ള ഫണ്ടൊക്കെ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. മെറ്റീരിയൽസിന് ഇപ്പോൾ എന്താ തീ പിടിച്ച വിലയാണ്. പിന്നെ അറിയാലോ ഇപ്പോഴത്തെ സാഹചര്യം, യുദ്ധമൊക്കെയാണ്, ജോലീൻ്റെ കാര്യമൊക്കെ കണക്കാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിൽ സെറ്റിലാവണം. നീ ചായ കുടിക്ക്. അല്ലടാ, നിങ്ങളിപ്പോഴും ശിവാട്ടിൻ്റെ തറവാട്ട് വീട്ടിൽ തന്നെയല്ലേ താമസം? ഇപ്പോൾ എത്ര വർഷമായി അവിടെ? 10 വർഷം. അല്ല, വീട് വെക്കാനോ വാങ്ങിക്കാനോ വല്ല പ്ലാനുണ്ടോ എനിക്ക്? എവിടുന്ന് ഇപ്പം താമസിക്കുന്നതിൻ്റെ വാടക തന്നെ ചിലപ്പോൾ കൊടുക്കാൻ കണ്ടപ്പോൾ നിന്നോടൊക്കെ തന്നെ അല്ലടാ ചോദിക്കുക. ഒരു കണക്കിന് നീ ചെയ്തത് നല്ലതാടാ. ഈ വീട് വെക്കുന്നതൊക്കെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ വീട് വെക്കണ പൈസ കൊണ്ടേ പലയിടത്തും ഡെപ്പോസിറ്റ് ചെയ്താൽ ഭാവിയിലേക്ക് നിനക്ക് ഉപകാരപ്പെടും. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകളറിയുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകളറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ.